ക്യാമറയ്ക്ക് മുന്നിലല്ല, സ്വന്തം ജീവിതത്തിലാണ് ഈ നടൻ്റെ യഥാർത്ഥ അഭിനയം നടക്കുന്നത്. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. കാണുന്നവർക്ക് തോന്നും, ഷോ എന്തൊരു നിഷ്കളങ്കനായ മനുഷ്യൻ. അഭിനയം വേണം കാണാൻ. പല പ്രാവശ്യം എന്നോട് നമ്മുടെ ശ്രീനിവാസൻ പറഞ്ഞിട്ടുണ്ട്, ദിനേശേ, അതിവിനയം കാണിക്കുന്ന ഒരാളെയും ദിനേശ് ജീവിതത്തിൽ വിശ്വസിക്കരുത്. അതെന്തിനാടാ പന്നി ഇപ്പൊ പറഞ്ഞതല്ല, പിന്നീട് വരെ അവസരം കിട്ടിയില്ലെങ്കിൽ. കാരണം ഈ അതിവിനയം കാണിക്കുന്നവൻ പച്ച കള്ളനായിരിക്കും. കള്ളമേ ജീവിതത്തിൽ കാണിക്കും. അത് അങ്ങനെയുള്ളവനാണ് ഈ അതിവിനയം കാണിക്കുന്നത്. ഉദാഹരണത്തിന് നമ്മുടെ നടൻ ജയറാമിൻ്റെ കാര്യം തന്നെ എടുക്കാം. ജന്മം കൊണ്ട് ഇയാൾ പൂണൂലിട്ടവനാണ്. പക്ഷെ കാളയും കോഴിയും മീനും ഒക്കെ തിന്നുന്ന പൂണൂൽധാരിയുമാണ്. നിന്റെ പരിപാടി തീർത്ത് തരാടാ ഞാൻ. അമ്മയെ അച്ഛൻ തിരുമണം നടത്തിയത് കേരളത്തിൽ, പിള്ളേരെ ഉണ്ടാക്കിയത് കേരളത്തിൽ, പഠിപ്പിച്ച് വലുതാക്കി ഉത്സവപ്പറമ്പുകളിൽ മിമിക്രി കളിക്കാൻ പോയത് കേരളത്തിൽ, നടനായത് കേരളത്തിൽ, സംബന്ധം കഴിച്ചത് കേരളത്തിൽ. പക്ഷേ തമിഴൻ്റെ ക്യാമറ കണ്ടാൽ പറയും മാതൃഭാഷ എൻ്റേത് തമിഴ്. ഒരു യൂട്യൂബർ പറയുന്നത് 2 രൂപയുടെ എളിമ ഇടേണ്ടിടത്ത് 2000 രൂപയുടെ എളിമ ഇട്ടുകളയും ജയറാം എന്നാണ്. 100% നല്ല നിരീക്ഷണമാണത്. 2 രൂപയുടെ എളിമ ഇട്ടാൽ മതി ഇങ്ങനെ. പക്ഷേ 2000 രൂപയ്ക്ക് ഇട്ടുകളയും ജയറാം. അമ്മ வந்து கும்பகோணம், அப்பா வந்து பாலக்காடு. அந்த காலத்து பாலக்காடு தமிழ்நாடு, நான் வந்து பெரும்பாவூர், குழந்தைகள் சென்னை, பொண்டாட்டி நாயர் குறுப்பு. அந்த ടൈമിലെ പാലക്കാടും തമിഴ്നാട്ടിൽ தான் ഇരുന്നത്. ജനിച്ചത്, പഠിച്ചത്, വളർന്നത് കൊച്ചി. 2 ലാംഗ്വേജും ഒന്നും മാതൃത ഇദ്ദേഹത്തിന്. തമിഴും മലയാളവും ഒന്നും മാതൃത. நீங்க மலையாளியா? எங்க அப்பா வந்து பெங்காலி, அம்மா வந்து மங்கோலி, நான் வந்து மலையாளி, இவன் எரப்பாளி. ഒന്ന് ഫസ്റ്റ് ഒന്ന് സെക്കൻഡ് അന്ത മാതിരി ഇല്ല. പക്ഷേ ഞാൻ ജനിച്ചത്, വളർന്നത്, പഠിച്ചത്, പേരുണ്ടാക്കിയത്, സിനിമയിൽ കയറിയത് എല്ലാം മലയാളത്തിലാണ്. വീട്ടിൽ പേസുന്നതെല്ലാം തമിഴ്. എനിക്കറിയില്ല, പൊണ്ടാട്ടി തമിഴ്നാട്ടിൽ താമസത്തിന് പോയ ശേഷമായിരിക്കും തമിഴ് പഠിച്ചത്. ചെറുതാനേ, അല്ലാതെ തമിഴ് പഠിച്ച ആളല്ലല്ലോ ഇയാളുടെ ഭാര്യ. You have any language problem? நீங்க எந்த லாங்குவேஜ்ல வேணா பேசுங்க. I know 5 languages. சொல்லுங்க, எந்த லாங்குவேஜ்ல பேச போறீங்க? தமிழ். ഓക്കേ, சொல்லுங்க, உங்களுக்கு என்ன பயம்? റാംരാജിൻ്റെ പരസ്യം നമ്മൾ മറക്കാറായിട്ടില്ല. എൻ്റെ നാടിൻ്റെ താളത്തിൽ അഭിമാനമുണ്ട്, എൻ്റെ നാടിൻ്റെ സംസ്കാരത്തിൽ അഭിമാനമുണ്ട്, എൻ്റെ നാട്ടിൽ ജനിച്ചതിൽ എനിക്ക് അഭിമാനമുണ്ട്. പരസ്യത്തിൽ തള്ളോട് തള്ളായിരുന്നു അഭിമാനമുണ്ട്. ഇവിടെ വന്ന് ചെണ്ട കൊട്ടും, തമിഴ്നാട്ടിൽ ചെന്ന് ഓട്ടി. തമിഴൻ്റെ ക്യാമറ കണ്ടാൽ തമിഴൻ, മലയാളം ക്യാമറ കണ്ടാൽ മലയാളമുണ്ട് ആകും. മോഹൻലാലും ദുൽഖറും ഭഗതും നയൻതാരയും പ്രിയനും കല്യാണിയും ഒരു കാലത്ത് കുറേ കാലം മമ്മൂട്ടിയും ഒക്കെ വർഷങ്ങളായി തമിഴ്നാട്ടിൽ താമസിച്ചിരുന്നു. പക്ഷേ ഇവരാരും ഞാൻ വന്ന് തമിഴൻ മട്ടും താ എന്ന് പറഞ്ഞിട്ടില്ല. ഈ കെട്ടിയോൻ പറയുന്ന പോലെ പൊണ്ടാട്ടി പറയില്ല, പാർവതി പറയുമോ ഞാൻ തമിഴത്തിയാണെന്ന്? എനിക്കുള്ള പറയുന്നു, ഞാൻ തിരുവല്ലക്കാരി, നല്ല കുറുപ്പാണെന്നല്ലേ പറയൂ. നക്കാപിച്ച വേഷങ്ങൾക്കായുള്ള ഗിമ്മിക്സ് ആണ് ഇത് എന്ന് ഞാൻ പറയും. ഇപ്പോൾ ഇതൊക്കെ ജയറാം തന്നെയാണ് നമ്മളെ ഓർമ്മിപ്പിച്ചത്. അല്ലെങ്കിൽ ഞാൻ ജയറാമിനെ പറ്റി പറയില്ലായിരുന്നു. സന്തോഷായി, നല്ല സന്തോഷായി. ജോഷി സാർ സംവിധാനം ചെയ്ത അമ്മ നിർമ്മിച്ച 2020 സിനിമയിലെ ക്ലൈമാക്സിൽ, ആ ക്ലൈമാക്സ് നിങ്ങൾക്കെല്ലാം ഓർമ്മ കാണുമെന്നാണ് എൻ്റെ വിശ്വാസം. അതിൻ്റെ പോസ്റ്ററിൽ 5 പേര് നിരന്ന് നടന്നു വരുന്നതാണല്ലോ പോസ്റ്റർ. മമ്മൂട്ടി, മോഹൻലാൽ, സുരേഷ് ഗോപി, ദിലീപ്, പിന്നെ ജയറാം. പക്ഷേ സിനിമ നമ്മൾ കണ്ടുകൊണ്ടിരുന്നാൽ അതിൽ ജയറാമില്ല അങ്ങനെ നടന്നു വരുന്നതിൽ. ഇക്കാരണം ചോദിക്കുമ്പോൾ ഒരു ഉളുപ്പുമില്ലാതെ ജയറാം മൊഴിയുന്നത്, ഞാൻ നിങ്ങളെയൊക്കെ ഒന്ന് പറ്റിച്ചതല്ലേ, വിഷുവിന് വീട്ടിൽ പോകണം. അപ്പോൾ ജോഷി സാർ പറഞ്ഞത്ര 2 നാൾ കൂടി നീ ഇവിടെ നില്ലെന്ന്. നീ നിന്നാൽ
നിങ്ങൾ 5 പേരും കൂടി നടന്നു വരുന്ന 2-3 ഷോട്ട് എടുത്തിട്ട് വിടാം എന്ന് പറഞ്ഞു. പക്ഷേ ജോൺസൺ സാറിനോട് പറഞ്ഞത് പറ്റില്ല, എനിക്ക് വിഷുവിന് വീട്ടിൽ പോയേ പറ്റൂ എന്ന് പറഞ്ഞ് ഞാൻ പോയി എന്നാണ് ഇദ്ദേഹം ഒരു ക്യാമറയിൽ പറഞ്ഞത്. പോയി. പിന്നെ വിഷുവിനെ വിട്ടു. മറ്റൊരു ക്യാമറ കാണുമ്പോൾ എനിക്കന്ന് ശബരിമലയിലെത്തണം. 2020 ക്ലൈമാക്സ് ആണോ ശബരിമലയാണോ മുഖ്യം? എനിക്ക് ശബരിമലയാണ് മുഖ്യം. ഞാനങ്ങ് പോയി. ரைட் மிஸ்டர் தென்னாலி, நான் என் ஃபேமிலியோட 1 month வெக்கேஷனுக்கு கொடைக்கானல் போறேன். நான் 27th வந்துருவேன். മറ്റേ ആ സ്വർണ്ണ വാതിലൊക്കെ മോഷ്ടിച്ചൊരു കള്ളനുണ്ടല്ലോ, അയാളാണല്ലോ കൂട്ടുകാരൻ, അതുകൊണ്ട് പോയതായിരിക്കും. മൂന്നാമതൊരു ക്യാമറ വന്നപ്പോൾ ക്ലൈമാക്സ് എടുക്കണമോ ഓണത്തിന് വീട്ടുകാരോടൊപ്പം ഉണ്ണണോ എന്ന് ചോദിച്ചു. എനിക്ക് വീട്ടുകാരോടൊപ്പം ഉണ്ടാ മതി എന്ന് പറഞ്ഞ് ഞാനങ്ങ് പോയി. അപ്പോഴാണ് ഒരു തമിഴൻ ക്യാമറയായിട്ട് വന്നത്. ഇതേ ചോദ്യം തമിഴൻ ചോദിച്ചപ്പോൾ പറഞ്ഞ ഉത്തരം, ദീപാവലിക്ക് ഫാമിലിയോടൊപ്പം കൂടണോ 5 പേര് നിരന്ന് നടന്നു വരുന്ന ക്ലൈമാക്സ് ഷൂട്ട് ചെയ്യണോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് ദീപാവലി താ മുഖ്യം. എടാ എൽദോ, നീ എവിടെയെങ്കിലും ഉറച്ചു നിൽക്കണം. അതുകൊണ്ട് ഞാൻ ചെന്നൈക്ക് പോയി. എടാ, വാക്കിന് എന്തെങ്കിലും ഒരു സ്ഥിരത വേണ്ടേ? നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. ഇത് കാണുന്നവർ പുച്ഛിക്കുമെന്നുള്ള ബോധമെങ്കിലും വേണ്ട. ഓട്ടടാ, സാരമില്ല. തൊട്ടുപോകും തന്നെ ഇടികൊണ്ട് പഴുത്തിരിക്കുക. അത്രേ ഉള്ളൂ.